എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിനിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു സാമ്പാർ പൊടി ധാരാളം കടയിൽ വാങ്ങാൻ കിട്ടുമല്ലോ, പിന്നെന്തോ ഇപ്പോൾ സാമ്പാർ പൊടിയെ പറ്റി പറയുന്നത് വിചാരിക്കും. പക്ഷെ അതല്ല, നമ്മൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ പൊടി. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നാൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലൊരു ഫ്രണ്ട്. പുള്ളിക്കാരത്തി സ്വന്തമായിട്ട് സാമ്പാർ പൊടി ഉണ്ടാക്കി ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ. അവരുടെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ആ ജീരകം ചേർക്കുന്നില്ല, അത്രമാത്രം. അതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ആ സാമ്പാർ പൊടി ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാമ്പാർ പൊടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിലേക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം ഉണക്കമുളകാണ്. അതിനകത്ത് കൂടുതലും എടുത്തിരിക്കുന്നത് പിരിയമുളകാണ്. പിരിയമുളകും എരിവിന് വേണ്ടിയിട്ട് കുറച്ച് സാദാ മുളക് എടുത്തിട്ടുണ്ട്. അത് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഈ പിരിയമുളക് കൂടുതൽ എടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മല്ലിയാണ്. അപ്പോൾ നമുക്ക് ഈ മുളകിൻ്റെ ഏകദേശം പകുതിയോളം അളവ് മല്ലി വേണം. പിന്നീട് വേണ്ടത് കടലപ്പരിപ്പ്. സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപ്പ് ചേർക്കുന്നത്. 2 സൈസ് പരിപ്പുണ്ട്. ഒന്ന് കടലപ്പരിപ്പ്, ഒന്ന് തുവരപ്പരിപ്പ്. ഒരു 1-1.5 ടീസ്പൂൺ വീതം വെച്ച് മതി. പിന്നീട് വേണ്ടത് ഉലുവ. ഉലുവയും ഒരു ഏകദേശം ഒരു സ്പൂണോളം വേണം. കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, കായം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ സ്പെഷ്യൽ സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെവ്വേറെ ഓരോന്നും സെപ്പറേറ്റ് നന്നായി വറുത്ത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പടി. നമ്മളിത് വറക്കുമ്പം എണ്ണയൊന്നും ഒഴിക്കരുത്. എണ്ണ ഒഴിക്കാതെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വറുത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ച് നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സാമ്പാർ പൊടി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടെന്ന രീതി കൂടെ പറയാം. ഈ കഷ്ണങ്ങൾ ആദ്യം വേവിക്കാൻ വെക്കുന്ന കൂടുതൽ കുറച്ച് ചേർത്തിട്ട് വെക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വാങ്ങാറാകുമ്പോഴത്തേനും നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിനും കൊഴുപ്പിനും വേണ്ടുന്ന രീതിയിൽ ബാക്കി സാമ്പാർ പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ സാമ്പാർ പൊടി ഇത്ര സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതുപോലെ സാമ്പാർ പൊടി ഉണ്ടാക്കി എല്ലാവരും സാമ്പാർ ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ ഈ സാമ്പാർ പൊടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.